നമസ്കാരം. ഇഷ്ടക്കാരെ തീറ്റിപ്പോറ്റാനും അവർക്കിഷ്ടപ്പെട്ട ജോലി നൽകാനും കഴിവിൽ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഇടത് സർക്കാർ. അതിന്റെ ഓരോ റിപ്പോർട്ടുകൾ, ഓരോ തെളിവുകൾ ഓരോ നിമിഷവും പുറത്തു വരുന്നുണ്ട്. ഊരാളുങ്കൽ സൊസൈറ്റിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംഘം പലതരത്തിലുള്ള കോൺട്രാക്റ്റുകൾ അവർക്ക് നൽകുന്നത് നാം കാണുന്നതാണ്. ഊരാളുങ്കലിന്റെ നേതൃത്വത്തിൽ നേരായിട്ടുള്ള റോഡുകൾ പൊളിച്ചു നൽകി അത് വീണ്ടും പണിയാനുള്ള കോൺട്രാക്ട് നൽകുന്നു. അതുപോലുള്ള ഓരോ പ്രവർത്തനങ്ങൾ നൽകുന്നതും അതിന്റെ പേരിൽ ഫണ്ട് തട്ടിപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നതും നാം കാണുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഊരാളുങ്കലിനെ സർക്കാർ ഏറ്റെടുത്തതുപോലെ തന്നെ മറ്റൊരു വിഭാഗത്തെ കൂടെ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നുണ്ട്. അതായത് മൈത്രി എന്ന പരസ്യ കമ്പനിയെ. ഈ പരസ്യ കമ്പനിയെ വളർത്താനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ. LDF വരും, എല്ലാം ശരിയാകും എന്നുള്ള ഒരു പരസ്യവാചകം ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ കേട്ട ഒരു വാക്കാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആദ്യമൊക്കെ കേൾക്കുകയും പിന്നീട് അത് ട്രോളുകയും ചെയ്തിട്ടുള്ള ഒരു വാചകം തന്നെയാണ് LDF വരും, എല്ലാം ശരിയാകും എന്നുള്ളൊരു വാചകം. ആ പരസ്യവാചകം പിണറായി സർക്കാരിന് നൽകിയ കമ്പനിയാണ് മൈത്രി. അതുകൊണ്ട് തന്നെ മൈത്രിക്ക് വേണ്ടി വീണ്ടും ഓരോ ജോലികൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇങ്ങനെ ജോലി നൽകുന്നു എന്ന് മാത്രമല്ല, ഇതിന്റെ പേരിൽ സംസ്ഥാന പൊതുഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് മൈത്രിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് LDF വന്ന് എല്ലാം ശരിയായില്ല എങ്കിലും മൈത്രിയുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മൈത്രി എല്ലാം ശരിയാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് നടന്ന G20 മീറ്റിംഗിന് KN ബാലഗോപാൽ ഈ അടുത്ത 8.19 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇതിൽ പകുതി തുക, അതായത് 4.01 കോടി രൂപയും അനുവദിച്ചത് മൈത്രിക്കാണ്. അതായത് ഈ പകുതി ജോലി നൽകിയത് മൈത്രിക്കായിരുന്നു എന്ന്. 2023 നടന്ന G20 മീറ്റിംഗിന്റെ ഭാഗമായിട്ടാണ് ഈ ചെലവായ തുക എന്ന രീതിയിൽ ഇത്തരത്തിൽ വലിയൊരു തുക മൈത്രിക്ക് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. പരിപാടിയുടെ അഡ്വർടൈസർ ഏജൻസി ആയിട്ടുള്ള മൈത്രിക്ക് 4.01 കോടി രൂപ ലഭിച്ചു എന്ന് നൽകിയെന്ന് സർക്കാർ തന്നെ അറിയിക്കുകയാണ്. LDF വരും, എല്ലാം ശരിയാകുമെന്ന മുദ്രാവാക്യം നൽകിയ പരസ്യ ഏജൻസിയായ മൈത്രി ഇപ്പോൾ പിണറായി സർക്കാരിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഏജൻസിയായി മാറുകയാണ്. 2016 LDF വന്നതിന് ശേഷം മൈത്രിക്ക് സർക്കാർ വകുപ്പുകളിൽ നിന്ന് ലഭിക്കുന്നത് കോടികളുടെ ജോലിയാണ്, കോടികളുടെ കരാറാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. താമസം, ഭക്ഷണം, വിവിധ പ്രോഗ്രാമുകൾ, സർവീസുകൾ എന്നീ ഇനങ്ങളിലൊക്കെയാണ് ഇത്തരത്തിൽ വലിയൊരു തുക മൈത്രിയിലേക്ക് പോകുന്നത്. പണം ആവശ്യപ്പെട്ട ടൂറിസം ഡയറക്ടർ, കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ MD, കോട്ടയം കളക്ടർ തുടങ്ങിയിട്ടുള്ള എല്ലാവരും സർക്കാരിന് കത്തു നൽകുന്നു. ഇത് കത്ത് കിട്ടുമ്പോൾ പിണറായി സർക്കാർ നേരിട്ട് ഇതൊക്കെ ശരിയാക്കണമെന്ന് പറഞ്ഞ് മൈത്രിക്ക് മാത്രം പണം അനുവദിക്കുന്നു. PRDയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഒരു പരസ്യ കമ്പനിയെ വാഴിക്കുന്ന ഒരു രീതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള റിയാസും ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നത്. എന്തായാലും ഊരാളുങ്കൽ സൊസൈറ്റിയെ വളർത്തിയതുപോലെ ഇനി അടുത്തത് മൈത്രിയെ വളർത്താനുള്ള ഉത്തരവാദിത്തമാണ് സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് തോന്നുകയാണ്. ഇപ്പോൾ നിരവധി പരസ്യങ്ങളാണ്. സാധാരണ ഒരു സർക്കാർ ഉണ്ടാകുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടത് എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്നുള്ള തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യാത്ത കാര്യങ്ങൾ പോലും പൊലിപ്പിച്ചു കാട്ടുന്ന രീതിയിലുള്ള പോസ്റ്ററുകളും പരസ്യങ്ങളും ഒക്കെ ഉണ്ടാക്കി നൽകുക എന്നതാണ്. ഒരു ചെറിയൊരു ഓവുചാൽ നന്നാക്കിയാൽ പോലും, അല്ലെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്താൽ പോലും അതിനും വലിയ ആ ഓവുചാൽ നന്നാക്കാൻ ഉപയോഗിച്ച ഫണ്ടിനേക്കാൾ ഡബിൾ ആയിട്ട് ആ ഒരു സംഭവം നടത്തി എന്ന് അറിയിക്കാൻ വേണ്ടി പോസ്റ്ററുകളും പരസ്യങ്ങളും നൽകുന്ന ഒരു രീതിയിലേക്ക് ഇവിടുത്തെ സർക്കാർ എത്തുന്നുണ്ട്. ഇതൊക്കെ ജനങ്ങളെയാണ് ബുദ്ധിമുട്ടിക്കുന്നത്. ജനങ്ങളുടെ കാശെടുത്താണ് മുഖ്യമന്ത്രി ഇഷ്ടക്കാരെ വളർത്തുന്നത് എന്നുള്ളതാണ് ചുരുക്കം.